നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 100 കേശാദിപാദവർണ്ണനം. നാരായണീയത്തിലെ 99 ദശകങ്ങളിൽ ഭഗവാനെ നിരന്തരം സ്തുതിക്കുന്ന രീതിയിലാണെങ്കിൽ 100ാം ദശകം അത്രയും ഭക്തിയോടെ സ്തുതിച്ച ഭട്ടതിരിയുടെ അനുഭവത്തിൽ അദ്ദേഹം ദർശിച്ച മഹത്തായ ആ ദർശന സൗഭാഗ്യത്തെയാണ് വിവരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ തിരുമുടി മുതൽ ഭക്തനായ കവി അഭയം പ്രാപിക്കുന്ന ഭഗവാന്റെ പാദങ്ങൾ വരെ ഓരോ ഭാഗങ്ങളിലായി ആ പുണ്യദർശനം വളരെ സൂക്ഷ്മവും അതിശയിപ്പിക്കുന്ന രീതിയിലും വിവരിച്ചിരിക്കുന്നു. അഗ്രേ പശ്യാമി തേജോ നിബിഡധരകളായാവലി ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രഗ്നിവീദം തവ മൃദുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലദ്ഭ്രൂവിലാസൈഃ ആനീലസ്നിഗ്ധപക്ഷ്മാവലീ പരിലസിതം നേത്രയുഗ്മം വിഭൂതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീല ശിശിരിതഭുവനം ക്ഷിപ്യതാമയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാശാഞ്ചിത മകരമണികുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപങ്ക്തി സ്ഫുരതരുണതരഛായാ ബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേന ഉപാത്താം വേണുനാളിം പ്രസൃതനഖമയൂഖാംഗുലീ സംഗസാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈः സിഞ്ച മേ കർണവീഥിം ഉത്സർപ്പത്കൗസ്തുഭ ശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലയിനിം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകി വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം
ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരസനാ കിങ്കിണി മണ്ഡിതം ത്വാം. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ. ആനമ്രാണാം പുരസ്താത് ന്യസനധൃതസമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം. പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം. ഉത്തുംഗാതാമ്രരാജന്നഖര ഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രിം തതിമനുകലയേ മംഗലാമംഗുലീനാം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ. ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാഃ. സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന. സ്ഫീതം ലീലാവതാരൈ ഇദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഇദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഇദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. അർത്ഥം: അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. പീയൂഷ പ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈഃ ആവീതം. നാരദാദ്യൈർവിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ഇടതൂർന്നു നിൽക്കുന്ന സുന്ദരമായ കായാമ്പൂക്കൾ പോലെ മനോഹരമായൊരു ദിവ്യ തേജസ് അതാ മുന്നിൽ ഇങ്ങനെ കാണുന്നു. എന്നിൽ ഒരു അമൃതാഭിഷേകം കഴിഞ്ഞ ഒരു അനുഭൂതി. അപ്പോൾ അതാ ആ തേജസ്സിനു നടുവിൽ യൗവനത്താൽ അതിസുന്ദരമായ പരമാനന്ദ രസം ആസ്വദിച്ച് ആകെ രോമാഞ്ചമണിഞ്ഞ നാരദർ തുടങ്ങിയ അനേകം മഹർഷിമാരാലും അടുത്തു നിൽക്കുന്ന സുന്ദരീ വൃന്ദങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ദിവ്യ കിശോരരൂപം ഞാൻ മുന്നിൽ കാണുന്നു. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യ. രത്നോതംസാഭിരാമം വലൈതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ. മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം. സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥീം. അതിമനോഹരമായ നീലനിറത്താൽ അറ്റം ചുരുണ്ട് ഇടതൂർന്നതും അതിമനോഹരമായ രീതിയിൽ ഒതുക്കിക്കെട്ടി രത്നം പതിച്ച കിരീടം ചാർത്തി സുന്ദരമായ മയിൽപീലികൾ നിരത്തിക്കുത്തിയതും മന്ദാരമാല ചുറ്റിയതുമായ മനോഹരമായ അവിടുത്തെ വലിയ തിരുമുടിക്കെട്ട് ഞാൻ കാണുന്നു. എൻ്റെ ഭഗവാനെ, കൂടാതെ മിനുമിനെയുള്ള
വെളുത്ത ഗോപിക്കുറി അണിഞ്ഞതും പഞ്ചമിചന്ദ്രനു സമമായ അതിസുന്ദരമായ തിരുനെറ്റിത്തടവും കാണുന്നു. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചലദ്ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധ പക്ഷ്മാവലീ പരിലസിതം നേത്രയുഗ്മം വിഭോത്തെ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. നിറയെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടലിലെ കൊച്ചു തിരകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കൊടികളുടെ ചലനങ്ങളാൽ ഹൃദ്യവും കറുത്തു മിന്നുന്ന കൺപീലികളാൽ അഴകേറിയതും കാന്തിയോടെ നീണ്ടിടംപെട്ട ചെന്താമര പൂവിതളിൻ്റെ വടിവോടെയും അതിൽ മനോഹരമായ കൃഷ്ണമണികളോടു കൂടിയവയും ലോകത്തെ ആകമാനം കുളിർപ്പിക്കുന്ന കരുണാകടാക്ഷത്തോടു കൂടിയ നിന്തിരുവടി തൃക്കണ്ണിണ ആരോരും തുണയില്ലാത്ത അടിയനിൽ പതിക്കണമേ എൻ്റെ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ ഭഗവാനെ. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോലസദ്ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണീ കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണതര ഛായാബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ഭാസതാമേ. ഉയർന്ന നാസികയോടുകൂടിയതും ഇന്ദ്രനീലിമയാർന്ന കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ തട്ടി ആടിക്കളിക്കുന്ന മനോഹരമായ കാതുകളിൽ അണിഞ്ഞിരിക്കുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള രത്നകുണ്ടലങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ഏറെ തുടുപ്പുള്ള തൊണ്ടിപ്പഴം പോലെ ചുവന്ന അധരങ്ങൾക്കിടയിലൂടെ വളരെ കുറച്ചു മാത്രം പുറത്തു കാണുന്ന നിരയാർന്ന ശോഭയുള്ള പല്ലുകൾ കാട്ടിയുള്ള പുഞ്ചിരിയാൽ ഏറെ മനോഹരമായ നിന്തിരുവടിയുടെ മുഖം എനിക്കെന്നും തെളിഞ്ഞു കാണണേ. ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയഭൃത ശോണപാണിപ്രവാളേന ഉപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീ സംഗസാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ സിഞ്ചമേ കർണവീഥിം. തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച വളകളണിഞ്ഞതും തുടുത്ത തളിർ വിരലുകളോടുകൂടിയതുമായ രണ്ടു കൈകളിൽ ധരിച്ചിരിക്കുന്നതും തിളങ്ങുന്ന നഖങ്ങളോടുകൂടിയ വിരലുകളുടെ സ്പർശനത്താൽ നാനാ നിറം പൂണ്ടതുമായ ഓടക്കുഴൽ അധരത്തിൽ ചേർത്തുള്ള അതിമധുരമായ രാഗവിസ്താരത്താൽ ലോകത്തെ ആകെ കുളിർപ്പിക്കുന്നതുമായ ആ നാദബ്രഹ്മമാകുന്ന അമൃതത്താൽ ഭഗവാൻ അടിയന്റെ കാതുകളെയും കുളിർപ്പിക്കണമേ. ഉത്സർപ്പത് കൗസ്തുഭ ശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലി കിസലയിനീം വന്യമാലാം വിലോലലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഉയർന്നു ശോഭിക്കുന്ന കൗസ്തുഭരത്നത്തിൻ്റെ കാന്തി കൊണ്ട് ചുവന്നതും മനോഹരവുമായ തൃക്കഴുത്തും ശ്രീവത്സം വിളങ്ങുന്നതുകൊണ്ട് സുന്ദരവും മിന്നിത്തിളങ്ങുന്ന മുത്തുമാലകൾ അണിഞ്ഞതുമായ തിരുമാറും പല നിറത്തിലുള്ള പൂക്കളാലും തളിരുകളാലും ചേർന്നുള്ള മാലയിൽ പാറിപ്പറക്കുന്ന വണ്ടുകളോടുകൂടി ഭഗവാന്റെ തിരുമാറിൽ ചേർന്ന് കിടക്കുന്ന വനമാലയും രത്നമാലയും അടിയൻ ധ്യാനിക്കുന്നു. അംഗേ പഞ്ചാംഗരാഗൈഃ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകി വിദതിമഭികൃശാം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരചനാ കിങ്കിണീ മണ്ഡിതം ത്വാം. ഭഗവാന്റെ തിരുമയിൽ പൂശിയ കസ്തൂരി, ഗോരോചനം, അകിൽ, രക്തചന്ദനം, കുങ്കുമം എന്നിവ കൊണ്ടുള്ള കുറിക്കൂട്ടിൽ നിന്നും
എല്ലായിടത്തും പരക്കുന്ന സുഗന്ധം കൊണ്ടു ലോകത്തെ തന്നെ ആകർഷിക്കുന്നതും ഈരേഴു ലോകങ്ങളും ലയിച്ചു ചേർന്ന ഒതുങ്ങിയ ചെറിയ അരക്കെട്ടോടു കൂടിയതും ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിട്ടുള്ള കാച്ചിത്തെളിഞ്ഞ മിന്നുന്ന സ്വർണം പോലുള്ള മഞ്ഞപ്പട്ടണിഞ്ഞതും പ്രഭ പൊഴിക്കുന്ന രത്നങ്ങൾ പതിച്ച അരഞ്ഞാണവും കിങ്ങിണിയും അണിഞ്ഞ ഭഗവാന്റെ രൂപം അടിയൻ ധ്യാനിക്കുന്നു. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായാഹ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താത് ന്യസനധൃത സമസ്താർത്ഥ പാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. വളരെ മനോഹരവും തടിച്ചു മിനുങ്ങി ശോഭിക്കുന്നതും ലക്ഷ്മീദേവിയുടെ മനം കവരുന്നതും ലോകരുടെ മനസ്സിളക്കിയേക്കുമോ എന്ന ശങ്കയാൽ എപ്പോഴും മഞ്ഞപ്പട്ടിനാൽ പൊതിഞ്ഞിട്ടുള്ള തുടകളെയും നമസ്കരിക്കുന്ന ഭക്തരുടെ മുന്നിൽ വയ്ക്കാനായി സകല സമ്പത്തും കരുതി വച്ചിരിക്കുന്ന ചെപ്പുപോലുള്ള കാൽമുട്ടുകളെയും വണ്ണത്തിൽ മനോഹരങ്ങളായ കണങ്കാലുകളെയും അടിയൻ ധ്യാനിക്കുന്നു. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാ താമ്രരാജന്നഖര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രിം തതിമനുകലയെ മംഗലാമംഗുലീനാം. തൃപ്പാദ ഭജനത്താൽ ഐശ്വര്യം ലഭിക്കുമെന്നു സ്ഥിരം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാൽച്ചിലമ്പും മായയിൽ മുങ്ങിക്കിടക്കുന്ന ഭക്തഹൃദയമായി ഇവിടെ മന്ധരപർവ്വതത്തെ വർണ്ണിക്കുന്നു. അങ്ങനെ മായയിൽ മുങ്ങിക്കിടക്കുന്ന ഭക്തഹൃദയമാകുന്ന മന്ധരപർവ്വതത്തെ ഉയർത്തുന്ന കൂർമാവതാരമായി കാണുന്ന അങ്ങയുടെ പുറവടിവിനെയും മിന്നിത്തിളങ്ങുന്ന നഖങ്ങളുടെ പ്രഭയാൽ ഭക്തരുടെ ദുഃഖമാകുന്ന അഥവാ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന മംഗളം നൽകുന്ന വിരലുകളും അടിയൻ ധ്യാനിക്കുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. ശ്രേഷ്ഠരായ യോഗികൾക്ക് ഭഗവാന്റെ അവയവങ്ങളിൽ വച്ച് ഏറ്റവും ഇഷ്ടവും മോക്ഷം പ്രാപിച്ചവരുടെ നിവാസസ്ഥാനവും ഭക്തരുടെ സർവാഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തളിർ പോലെയുള്ള അങ്ങയുടെ ഉള്ളംകാൽ എന്നും എൻ്റെ ഈ മനസ്സിൽ കുടികൊണ്ട് സർവർക്കും രക്ഷകനായ ഗുരുവായൂരപ്പ കൃഷ്ണ കരുണാവാരിധേ എൻ്റെ എല്ലാ ദുഃഖങ്ങളും അകറ്റി അടിയന് പരമാനന്ദമാകുന്ന ഐശ്വര്യം പ്രവാഹമായി എന്നും പ്രദാനം ചെയ്യണമേ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാഃ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാദ് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഃ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. സകല ലോകങ്ങളെയും പരിപാലിക്കുന്ന ഗുരുവായൂരപ്പ, അവിടുത്തെ മാഹാത്മ്യം അറിയാതെ ഈ സ്തോത്രത്തിൽ പറഞ്ഞതെല്ലാം അങ്ങ് പൊറുക്കേണമേ. 1000-ൽ കൂടുതൽ ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം കൊണ്ട് ഭഗവാന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകണേ. അവതാര ലീലകളിലൂടെ സ്തുതിക്കേണ്ടവനാണ് ഈശ്വരൻ എന്ന് വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളതിനാൽ ഭഗവാന്റെ ലീലാരൂപമായ അവതാരങ്ങളുടെ കഥകളാൽ സമ്പുഷ്ടവും നാരായണനെ സംബന്ധിച്ചത് എന്നും നാരായണൻ നിർമ്മിച്ചത് എന്നും 2 വിധത്തിൽ പറയപ്പെടുന്ന ഈ സ്തോത്രം, നാരായണീയം എന്ന് വിളിക്കാവുന്ന ഈ സ്തോത്രം ഇവിടെ ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാരായണ